രണ്ടാമത്തെ ദശകം 5-ാമത്തെ ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ. ലക്ഷ്മീസ്താവകരാമണീയകഹൃതൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിൻ അന്യതപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവദാത്താദരാം. അങ്ങനെ ലക്ഷ്മീദേവി എന്തുകൊണ്ടാണ് ചപല എന്നുള്ളത് പറയുന്നത് എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടി ഇവിടെ പറയുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഭട്ടതിരിപ്പാട് പറയുന്നു. എവിടെ ലക്ഷ്മീദേവി നിൽക്കുക? യേ ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്താഹി ഭക്താജനാഃ. യാതൊരാളാണോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുണഗണങ്ങൾ നിരന്തരം കീർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങനെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ അടുത്ത് ലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് നിൽക്കും. കാരണം എന്താണ്? അവനവൻ്റെ ഭഗവാന്റെ മഹിമകൾ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ ലക്ഷ്മി ദേവി ആരാണോ ഭഗവാനെ നിരന്തരം സേവിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ അടുത്ത് ലക്ഷ്മി ദേവി ഒരു നിമിഷം പോലും പിരിയാതെ ഉണ്ടാവും. അവർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സ്വാധീനമാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിക്ക് വേണ്ടിയിട്ട് ആണ് മോഹിക്കേണ്ടത്. ലക്ഷ്മിയല്ല മോഹിക്കേണ്ടത്, ഭക്തിയെ മോഹിക്കണം. ഒരു നിമിഷം പോലും ഭഗവാനെ വിട്ടുപോവാതെ ലക്ഷ്മി ദേവി ഭഗവാന്റെ ആ പാദസേവ ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഭക്തന്മാർക്ക് ലക്ഷ്മിയെ പ്രത്യേകിച്ച് സേവിക്കേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ ലക്ഷ്മി ദേവി ധന്യയാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളെ സേവിക്കുന്നത് കൊണ്ട്. നമ്മൾക്കും അങ്ങനെ ധന്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഭഗവാന്റെ സേവയിൽ കൂടെ സാധിക്കും എന്ന് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ കൂടെ ഉത്ബോധിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.